കേരള PSC 117/2015 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എന്നും സുന്ദരം, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ജീവിതത്തിലേക്ക് തിരികെ വരൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ കേരളം എന്നും സുന്ദരം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ കേരളം എന്നും സുന്ദരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, കർണാടക, കേരളം, പശ്ചിമ ബംഗാൾ. മഹാരാഷ്ട്ര, കർണാടക, കേരളം, പശ്ചിമ ബംഗാൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കേരളം. ഓപ്ഷൻ സി, കേരളമാണ് റൈറ്റ് ആൻസർ. ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻസ്: മധ്യപ്രദേശ്, ഒറീസ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: എ കാറ്റുകൾ, ബി ഋതുക്കൾ, സി പ്രദേശം, ഡി ദിശ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ഋതുക്കൾ. ഋതുക്കൾ എന്നതാണ് മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻസ്: നർമ്മദ, മഹാനദി, ഗോദാവരി, കൃഷ്ണ. മഹാനദി, കൃഷ്ണ, നർമ്മദ, ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഓപ്ഷൻ സി, ഗോദാവരി. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് എന്നതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഹിമാലയം, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ നോക്കാം. ആരവല്ലി നിരകൾ, മൈക്കല നിരകൾ, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ആരവല്ലി നിരകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: മലനാട്, ഉത്തര മഹാസമതലം, തീരപ്രദേശങ്ങൾ, ഇടനാട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം എന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഗോതമ്പ്, പുകയില, നെല്ല്, കടുക്. ഗോതമ്പ്, പുകയില, നെല്ല്, കടുക്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, നെല്ല്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. അടുത്ത ചോദ്യം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? എ ചന്ദ്രഗിരിപ്പുഴ, ചാലിയാർ, പെരിയാർ, പാമ്പാർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറാണ്.
കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. കബനി, ഭവാനി, പാമ്പാർ. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറാണ്. അടുത്ത ചോദ്യം നോക്കാം. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻസ്: ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, കായംകുളം കായൽ, വേമ്പനാട്ട് കായൽ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യപർവ്വതം എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻസ്: പശ്ചിമഘട്ടം, പൂർവഘട്ടം, നീലഗിരി കുന്നുകൾ, പളനി കുന്നുകൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതി ഉദാഹരണം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ്: വിനോദ നികുതി, ഭൂനികുതി, കോർപ്പറേറ്റ് നികുതി, സ്റ്റാമ്പ് നികുതി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, വിനോദ നികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണമാണ് വിനോദ നികുതി. അടുത്ത ചോദ്യം നോക്കാം. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: തൃശ്ശൂർ, ഇടുക്കി, വയനാട്, പാലക്കാട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, പാലക്കാട്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന ദേശീയ ഉദ്യാനമായിട്ടുള്ള സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്, മലനാട്, പീഠഭൂമികൾ, തീരപ്രദേശങ്ങൾ. ഇത് തെറ്റായിട്ടുള്ള ആൻസറാണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ: മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇനി ഞാൻ ഒഴുകട്ടെ, ജൽ ജീവൻ മിഷൻ. റൈറ്റ് ആൻസർ ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? ആശ്വാസകിരണം, സുഭിക്ഷ കേരളം, സ്നേഹസാന്ത്വനം, ലൈഫ് മിഷൻ. റൈറ്റ് ആൻസർ സുഭിക്ഷ കേരളം. ഭക്ഷ്യസ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻസ്: വൈഭവ് സൂര്യവംശി, സൂര്യകുമാർ യാദവ്, ജോസ് ബട്ട്ലർ, സായ് സുദർശൻ. റൈറ്റ് ആൻസർ വൈഭവ് സൂര്യവംശി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്